ഏവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ബഹുമാന്യ സഹായോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പി ശശിധരൻ അവരുടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് സ്നേഹാദരങ്ങളോടെ നമ്മളേവരോടും പ്രത്യേകിച്ച് കുട്ടികളോട് വളരെ സരസമായി തന്നെ എന്നാൽ വലിയ കാര്യങ്ങൾ ഏവർക്കും ലളിതമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വിധം പ്രസംഗിച്ച എന്ന് നല്ല വാക്യം പറയുന്നത് സംസാരിച്ച നമ്മുടെ ബഹുമാന്യനും സ്നേഹാദരണീയനുമായ ഡോക്ടർ രാജേഷ് സർ അവരും വേദിയിലിരിക്കുന്ന എൻ്റെ മറ്റു സഹപ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, നവോത്ഥാനത്തിൻ്റെ വിത്ത് വിതച്ച ശ്രീമാൻ അയ്യൻകാളിയുടെ 161ാമത് ജയന്തി ആഘോഷവേളയിൽ ഇന്ന് കേരളമെമ്പാടും ആ മഹാന്റെ ജയന്തി ആഘോഷം വളരെ ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്ന ഈ വേളയിൽ ഇങ്ങനെയൊരു വേദിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സമയം അല്പം ചെലവഴിക്കാൻ വേണ്ടി എനിക്ക് വീണ് കിട്ടിയ ഈ അവസരത്തെ ഞാൻ വളരെയധികം ഭാഗ്യമുള്ളവനായിട്ട് തന്നെ ആദ്യമേ കരുതുകയാണ്. ഞാനധികം ദീർഘിക്കുന്നില്ല, കാരണം ഇനി കുട്ടികളുടെ സമ്മാനദാനം മറ്റു പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിരിക്കും നിങ്ങളെല്ലാം അക്ഷമരായിട്ടിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം എനിക്കും കുട്ടികളോട് മാത്രമേ പറയാനുള്ളൂ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമുക്കിങ്ങനെയുള്ള ഒരു ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ തരുവാനോ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കോ അധികം ത്രാണിയുള്ളവരായിരുന്നില്ല. എന്തെങ്കിലും പഠിക്കുക, പോരുക എന്നുള്ളൊരു ലക്ഷ്യബോധമില്ലാത്തുള്ള ഒരു നൂൽ പൊട്ടിയ ഒരു പട്ടം പോലെ മാത്രമായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു സഞ്ചാരഭാവം. തുടർന്ന് വന്നപ്പോൾ നമ്മുടെ രാജേഷ് സാറിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ സ്വാഗതം വീക്ഷിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഈയിടെ ലഭിച്ചിട്ടുണ്ട്. വളരെയധികം ജീവിതത്തിൽ അത് പകർത്തുവാൻ ഞാൻ ആ എളിയ സമയത്ത് തന്നെ ഞാനത് വിനിയോഗിക്കുകയും ചെയ്യാനുള്ള ഒരു എളിയ ശ്രമത്തിലും കൂടിയാണ്. സന്തോഷ് ജി ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ പോലെയുള്ള പല ക്ലാസ്സുകളും ഇതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ദയവായി നിങ്ങൾക്ക് പറ്റരുത്. നമ്മുടെ മുതുമുത്തച്ഛനായ ശ്രീമാൻ അയ്യൻകാളി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചമിയുടെ കയ്യും പിടിച്ച് തീവച്ച സ്കൂളിൽ ചെന്നതിന് ശേഷം പറഞ്ഞത്, ഞങ്ങൾക്ക് പാഠമില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ല എന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു, കേൾക്കേണ്ടടുത്ത് കേട്ടു, ശരിയായ രീതിയിൽ തന്നെ അതിന് പ്രതിഫലനങ്ങളുണ്ടായി. പക്ഷേ തുടർന്നുള്ള കാലങ്ങളിൽ നമ്മളെ നയിക്കുവാൻ പ്രാപ്തിയുള്ളവരോ അല്ലെങ്കിൽ അത്രയ്ക്കും ആത്മാർത്ഥതയുള്ളവരോ ഒരു നേതൃത്വം നമുക്ക് ഉണ്ടായോ എന്നുള്ള ഒരു സംശയം ഒരുപക്ഷെ എനിക്ക് മാത്രമല്ല നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത്, എനിക്ക് 50 വയസ്സോളം ആയിട്ടുണ്ട്, ജനിച്ച അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നത് സംവരണം എന്ന ആ ലിമിറ്റഡ് ഓഫർ എന്ന ഒരു സംജ്ഞയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. 40% മാർക്കുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയും കയറി പറ്റാം, സംവരണം എന്ന കടമ്പ ചാടിയാൽ മാത്രം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ എളിയ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, സംവരണം എന്ന ആ സംജ്ഞ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങളെല്ലാ കുട്ടികളും പ്രിവിലേജിയസ് ആകുക. അതിൻ്റെ മാറ്റങ്ങളും അനുഭവങ്ങളും നിങ്ങൾ അനുഭവിച്ചറിയുക. ഒരു സംവരണത്തിലൂടെ നിങ്ങളൊരു ഒരു ക്ലാസ് 4 ജീവനക്കാരായിട്ട് ജീവിതം തള്ളി നീക്കാതെ ഉയർന്ന റാങ്കിലുള്ള ജോലികളിൽ നിന്ന് നേടിയെടുത്ത് ഭരണതലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും ടെക്നിക്കൽ സ്ഥലമായിട്ടുള്ള കാര്യങ്ങളിലും പ്രൊഫഷണലിസത്തിലെല്ലാം കയറി ചെന്ന് നിങ്ങൾ അവിടുത്തെ ആ വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നമുക്ക് നമ്മുടേതായ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടിയുള്ള ഈ ജീവിതം നമുക്ക് ആസ്വദിച്ച് തന്നെ ജീവിക്കണം. അതിനായിട്ട് മാതാപിതാക്കളും കൂടി നിങ്ങളുടെ മക്കളെ സാധൂകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെടണം എന്ന ഒരു ചെറിയ നിർദ്ദേശം എനിക്ക് ഈ അവസരത്തിൽ വയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ സഹയോഗത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുകയും വിജയശ്രീലാളികളായ കുട്ടികൾക്ക് ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഓണാഘോഷത്തിൽ പങ്കെടുത്ത പ്രിയ നാട്ടുകാരെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇവിടെ
എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ അനുവാദം തന്ന ഷാഹയുടെ എക്സിക്യൂട്ടീവേഴ്സിനും ഞാൻ എൻ്റെ നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഊഷ്മളമായ ജന്മദിന ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.